പരിശുദ്ധമായ നാമം ഇന്ന് പകൽ നമ്മുടെ നിലവിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് വേണ്ടി ഒരു പ്രാവശ്യം കൂടെ തിരുസന്നിധിയിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തദാസന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. പ്രാർത്ഥനയോട് ഇന്ന് പകൽ തുറന്നുള്ള നിമിഷങ്ങൾ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ധാരാളമായി കർത്താവിന് ഓർമ്മ ശരിയാക്കുന്നതിന് നമ്മെ തന്നെ കർത്തൃക്കരങ്ങൾ കൽപ്പിച്ച് നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നാം വളരെ സന്തോഷത്തോടും സമാധാനത്തോടെ ഇന്ന് പകൽ ഈ ആലയത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ദേശത്ത് തന്നെ അനേകം വേദനയിലൂടെ കടന്നു പോകുന്ന പ്രത്യേക സാഹചര്യം നമുക്കറിയാം. ദേശത്ത് നേരിട്ട ഒരു ദുരന്തം, അതിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന അനേക ആയിരങ്ങൾ, അവരെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ദൈവത്തിൻ്റെ കരം കൂടെ ഇരിക്കട്ടെ. വീണ്ടും പ്രകൃതിയെ ദൈവം തന്നെ നിയന്ത്രിക്കട്ടെ. ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമായി തുടർന്നും മുന്നേറേണ്ടതിന് നമുക്ക് കർത്തൃക്കരം കൽപ്പിച്ച പ്രാർത്ഥനയോട് തന്നെ ആയിരിക്കാം. നമ്മുടെ പല പ്രിയപ്പെട്ടവർക്കും ഇന്ന് പകൽ നമ്മോടൊപ്പം കടന്നു വരാൻ കഴിയാതെ ശാരീരിക ക്ലേശങ്ങളാൽ ഭവനത്തിലായിരിക്കും നമ്മുടെ അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം കർത്താവ് ബലപ്പെടുത്തട്ടെ, സൗഖ്യം കൊടുക്കട്ടെ. ഒരു ദിവസങ്ങളിൽ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് അവസരം നൽകേണ്ടതിനും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വേഗത്തിൽ വായിച്ച സങ്കീർത്തനത്തിൽ നിന്ന് ചില ചിന്തകൾ ദൈവം നമുക്ക് പങ്കുവെച്ച് എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വായിച്ച അനുഗ്രഹീത സങ്കീർത്തനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ തലക്കെട്ട് നമ്മൾ വായിക്കുമ്പോൾ ഒന്ന് വായിച്ചാട്ടെ. അതിൻ്റെ ഹെഡിങ് ധ്യാനം. മതി അവിടെ ഒന്നാം വാക്യം കൂടെ വായിച്ചോളൂ. യഹോവയുടെ കൃപകളെ കുറിച്ച്. ഭക്തൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അഥവാ പാടുമ്പോൾ താൻ പറഞ്ഞ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യഹോവയുടെ കൃപകളെ കുറിച്ച് ഞാൻ എന്നേക്കും പാടും, തലമുറ തലമുറയോളം എൻ്റെ വായിക്കൊണ്ട് നിന്റെ വിശ്വസ്തതയെ. ദൈവത്തിൻ്റെ കൃപ നമുക്ക് പാടാൻ ധാരാളമുണ്ട്. ഞാൻ നിൽക്കുന്നത് കൃപയാല, ഓരോ ദിവസവും നടത്തുന്നത് കൃപയാല, രക്ഷിക്കപ്പെട്ടത് കൃപയാല, നിത്യതയിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുന്നത് കൃപയാല. അങ്ങനെയെങ്കിൽ നമുക്ക് കൃപയെക്കുറിച്ച് പാടാൻ ധാരാളമുണ്ട്. മറ്റൊന്നും പാടാനില്ലെങ്കിലും ദൈവത്തിൻ്റെ കൃപ ഇത് ഓർത്ത് നമുക്ക് പാടാൻ ധാരാളം വകയുണ്ട്. ഞാനൊരു പശ്ചാത്തലം ഒന്ന് ഓർപ്പിച്ച വേഗത്തിൽ ഒരു ചിന്തയിലേക്ക് പ്രവേശിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ദാവീദിന്റെ കാലത്ത് നമുക്കറിയാം, സംഗീത ആരാധന പുനഃസ്ഥാപിച്ചപ്പോൾ സംഗീതം അല്ലെങ്കിൽ കൊയർ ഗ്രൂപ്പ് ആലയത്തിലുണ്ടായിരുന്നു. അതിൻ്റെ ലീഡറായിരുന്നു ആസാഫ്. എന്നാൽ ആ കൊയറിലെ മെമ്പേഴ്സിൽ ഒരാളാണ് യേഥാൻ. ഒന്ന് ദിനവൃത്താന്തങ്ങൾ വായിക്കണമെന്നില്ല, ആ ഭാഗത്ത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിട്ടേക്കാം, സോറി. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ ആ വാക്യം വളരെ ക്ലിയറായിട്ട് എഴുതിയിട്ടുണ്ട്. ആ പേര്, അനേകരുടെ പേര് പറയുന്ന കൂട്ടത്തിൽ ആ സംഗീത ട്രൂപ്പിൽ അഥവാ കൊയറിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് യേഥാൻ. ഇദ്ദേഹം ഈ സങ്കീർത്തനം പാടുമ്പോൾ, തൻ്റെ ഒരു ധ്യാനം, താൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, പാടുമ്പോൾ തൻ്റെ മനസ്സിലൂടെ കടന്നു വന്ന ചില ചിന്തകളാണ് താൻ ഈ സങ്കീർത്തനത്തിൽ പറയുന്നത്. അതായത് ദാവീദിന്റെ കാലത്ത് നമുക്കറിയാം, ചുറ്റുമുള്ള ശത്രുക്കളൊക്കെ അടക്കി ദൈവം ദേശത്തിന് സ്വസ്ഥത കൊടുത്തു. ദാവീദിന് ഒരു വലിയ ആഗ്രഹം, ഒരാലയം പണിയണം. താൻ അതിന് വേണ്ടതായ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. എന്നാൽ ദൈവം ദാവീദിനോട് പറഞ്ഞു, നീ അത് പണിയണ്ട, നിന്റെ മകൻ ശലോമോൻ അത് പണിയും. ദൈവം ചില വാഗ്ദത്തങ്ങൾ ദാവീദിന് കൊടുക്കുകയാണ്. നിന്റെ തലമുറ, അവരുടെ സിംഹാസനം എന്നും എന്നേക്കും എൻ്റെ മുമ്പാകെ ഇരിക്കും. നമുക്കതിൻ്റെ 3-4 കൂടെ ഒന്ന് വായിച്ചോളൂ. ദൈവം ദാവീദിനോട് കൊടുത്ത വാഗ്ദത്തം, നിന്റെ സന്തതിയെ ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും, നിന്റെ സിംഹാസനം തലമുറ തലമുറയോളം ഉറപ്പിക്കും. ഈ വാഗ്ദത്തങ്ങളൊക്കെ കൊടുത്തു. കാലം മുന്നോട്ട് ചെന്നു. ഈ യേഥാൻ എന്ന വ്യക്തി വാർദ്ധക്യത്തിലെത്തിയപ്പോൾ താൻ കണ്ട കാഴ്ച, ശലോമോൻ രാജാവായി. എന്നാൽ ശലോമോന്റെ കാലശേഷം രാജ്യം 2ആയി വിഭജിക്കപ്പെടുന്നു. ഈ പറഞ്ഞ വാഗ്ദത്തങ്ങൾ പലതും അതേപടി നിറവേറുന്നില്ലല്ലോ, പലതും മാറിപ്പോകുന്നല്ലോ. അഥവാ ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവമേ അങ്ങ് ദാവീദിനോട് പറഞ്ഞ വാഗ്ദത്തവും ഇന്ന് ശലോമോന്റെ കാലത്ത് നടക്കുന്നതും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ലല്ലോ. എന്തുകൊണ്ട് എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ധ്യാനിച്ചപ്പോൾ ദൈവം കൊടുത്ത ചിന്തകളാണ് ഈ 89-ാം സങ്കീർത്തനത്തിൽ ആ ഭക്തൻ എഴുതി വച്ചിരിക്കുന്നത്. ഞാൻ വേഗത്തിൽ ഒരു ചിന്ത പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്.
ദൈവത്തിന്റെ വാഗ്ദത്തം തലമുറ തലമുറയായിട്ട് അനുഗ്രഹിക്കാമെന്ന, അഥവാ സിംഹാസനത്തിൽ ഇരുത്താമെന്ന. എന്നാൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് ദൈവം അത് ചെയ്തില്ല? ശലോമോന്റെ കാലശേഷം നമുക്കറിയാം, തൻ്റെ മകൻ രഹബയാമിന് 2 ഗോത്രങ്ങൾ ലഭിച്ചു, തൻ്റെ ദാസന് യൊരോബെയാമിന് 10 ഗോത്രങ്ങൾ ലഭിച്ചു. രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു. ദൈവത്തിന്റെ വാഗ്ദത്തം ദൈവമേ എന്തുകൊണ്ട് നിറവേറ്റുന്നില്ല? പലപ്പോഴും പല ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കയറി വരാം. ദൈവം അവിടെ പറയുന്നൊരു വാചകമുണ്ട്, നിന്റെ തലമുറയും വിശ്വസ്തയോടെ എന്നോടൊപ്പം നിന്നാൽ. പിതാക്കന്മാരോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ തലമുറയുടെ മേൽ കർത്താവ് കൊടുക്കും. എന്നാൽ തലമുറകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ അപ്പൻ ദൈവത്തെ സേവിച്ചത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് കണ്ട് എൻ്റെ വഴിയിൽ പോകരുത്. അപ്പൻ സേവിച്ച ദൈവത്തെ ആ വഴിയിലൂടെ ഞാനും സേവിക്കണം. തലമുറകളോട് നമ്മളും പറഞ്ഞു കൊടുക്കേണ്ടത് അതാണ്. ദൈവം നമ്മളെ അനുഗ്രഹിച്ചെങ്കിൽ, ആയുസ്സോടെ നിലനിർത്തുന്നെങ്കിൽ, എന്തെങ്കിലും തന്നെങ്കിൽ, ഞാൻ ദൈവത്തെ സേവിച്ചതിൻ്റെ അനുഗ്രഹമാണ്. തലമുറകളും അത് അനുഭവിക്കണമെങ്കിൽ അവരും ആ വഴി വരണം. അപ്പോൾ ചില ചിന്തകൾ ഉണ്ടാകാം. ശലോമോന് സമ്പത്ത് കിട്ടിയല്ലോ, സമ്പത്തിന് കുറവല്ല വന്നു. ദാവീദിന് കിട്ടിയതിലും സമ്പത്ത് ആർക്ക് കിട്ടണം? ശലോമോനുണ്ട്. സമ്പത്തല്ല വലുത്. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ ആ ഭാഗത്തുനിന്ന് മുന്നോട്ട് പോകാം. സമ്പത്ത് എത്ര നാൾ നിൽക്കും? കോടികളുടെ ആസ്തി എനിക്കുണ്ടെങ്കിലും എൻ്റെ മരണത്തോടുകൂടെ അത് അവസാനിച്ചു. അനന്തരാവകാശികൾ അത് കയ്യേറുകയാണ്. നമ്മൾ ഓർത്തോണം, ഇത്രയേ ഉള്ളൂ. ഈ ലോകത്ത് എത്ര വലിയ നേട്ടമുണ്ടാക്കിയാലും അത് ഇവിടം കൊണ്ട് അവസാനിച്ചു, കല്ലറ കൊണ്ട് അവസാനിച്ചു, അതിനപ്പുറത്തേക്ക് പോകത്തില്ല. ശലോമോനെ കുറിച്ച് ഒരു വാക്കുകൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ നേട്ടമുണ്ടാക്കി, അപ്പൻ ഉണ്ടാക്കിയതിനും സമ്പത്തുണ്ടാക്കി, ലോകത്തിലെ ഏറ്റവും ധനവാനായി മാറി. പക്ഷെങ്കിൽ തൻ്റെ അവസാനം, രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ വായിച്ചു വരുമ്പോൾ, തൻ്റെ വാർദ്ധക്യകാലത്ത് തൻ്റെ ഭാര്യമാർ തൻ്റെ ഹൃദയം അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു കളഞ്ഞു. വചനം വളരെ വ്യക്തമായിട്ട് ഓർക്കണം. ദൈവം പറഞ്ഞ നിത്യതയിലെത്താൻ കഴിയാതെ ഈ ഭൂമി കൊണ്ട്, ഇവിടുത്തെ സമ്പത്ത് കൊണ്ട്, നേട്ടം കൊണ്ട് അവസാനിപ്പിച്ച ഒരു വ്യക്തിയാണ് താൻ. ഭക്തനായിട്ട് തുടങ്ങിയെങ്കിലും ഒടുക്കം ദൈവത്തിൽ നിന്ന് മാറിപ്പോയി. ഏറ്റവും വലുത് നിത്യതയിലെത്തുക എന്നുള്ളതാണ്. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവേ, ദൈവത്തിന്റെ വാഗ്ദത്തം തലമുറ തലമുറയായി ഞങ്ങളെ നിത്യതയിൽ എത്തിക്കാനുള്ള ദൈവത്തിന്റെ വാഗ്ദത്തത്തെ വിട്ടകന്ന് ഭൗതിക ലോകത്തെ ചില ഉയർച്ചകൾ, നേട്ടങ്ങൾ കൊണ്ട് സന്തോഷിച്ച് സംതൃപ്തി അടയാനല്ല ദൈവം വിളിച്ചത്. ഇവിടം കൊണ്ട് ജീവിതം അവസാനിക്കും, ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആ നിത്യതയിൽ എത്തണമെങ്കിൽ വചനത്തിന്റെ വഴിയിൽ പോയേ പറ്റത്തുള്ളൂ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, തലമുറയ്ക്ക് വേണ്ടി നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പാദ്യം ഇവിടുത്തെ ഭൗതികതയല്ല, ബാങ്ക് ബാലൻസ് അല്ല, വസ്തുവകയല്ല, കോടികളുടെ സമ്പാദ്യമല്ല. അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എൻ്റെ ദൈവത്തെ അവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ചെല്ലുന്ന സ്വർഗത്തിൽ എൻ്റെ തലമുറയും എത്തിച്ചേരണം, അതായിരിക്കട്ടെ നമ്മുടെ ആഗ്രഹം. നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം എൻ്റെ യേശുവിനെ അവർക്ക് കാണിച്ചു കൊടുത്താൽ അവർ നിത്യതയിൽ എത്തിച്ചേരും. ഈ ചിന്തയിൽ ഈ ഭക്തൻ പാടിയ പാട്ട്, ഞാൻ അതിൻ്റെ ബാക്കി വിശദീകരണത്തിലേക്ക് പോകാതെ ഒരു വാചകം പെട്ടെന്ന് ദൈവമക്കളത്തെ കൊണ്ട് തന്നെ വാക്കുകൾ അവസാനിപ്പിക്കാം. കഴിഞ്ഞ രാത്രി ദിവസം പ്രാർത്ഥിച്ചു നടത്തുമ്പോൾ ദൈവം തന്ന ഒരു ചിന്തയാണ്. അതിൻ്റെ 15-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ജയഘോഷം അറിയുന്ന ജനത്തിന് ഭാഗ്യം, അവർ നിന്റെ മുഖപ്രകാശത്തിൽ നടക്കും. ഞാൻ വേഗത്തിൽ ആ ചിന്ത ഒന്ന് വിശദീകരിക്കാം. ജയഘോഷം അറിയുന്ന ജനത്തിന് ഭാഗ്യം. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആരുടെയും ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചാട്ടെ. വേഴ്സ് 15. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് വേഗത്തിൽ ഓർപ്പിക്കാം. ജയത്തിന്റെ ഘോഷം നേരത്തെ അറിയുക, അല്ലെങ്കിൽ ഒന്നുകൂടെ ഞാൻ വിശദീകരിച്ചാൽ ഇങ്ങനെയൊന്ന് പറയാം. റിസൾട്ട് വരുന്നതിന് മുമ്പ് ജയം ആഘോഷിക്കാം. മനസ്സിലായെന്ന് കരുതുന്നു. റിസൾട്ട് വന്നിട്ട് ജയം ആഘോഷിക്കാനിരിക്കുന്നത് ജയത്തെക്കുറിച്ച് സംശയമുള്ളവരാണ്. ജയിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് റിസൾട്ട് വരുന്നതിന് മുമ്പല്ല ചെയ്യാം. അവർക്ക് നല്ല കോൺഫിഡൻസാണ്, നല്ല ആത്മവിശ്വാസമാണ്, ഞാൻ ജയിക്കും. ഇനി തിരിച്ചു പറഞ്ഞോട്ടെ, ഈ റിസൾട്ട് വരുന്നത് വരെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ആളിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ടെൻഷനല്ലേ? ജയിക്കുമോ തോക്കുമോ? ഈ ടെൻഷനിലിരിക്കുന്ന ഒരു ഗ്രൂപ്പ്. എന്നാൽ ഞാൻ ജയിക്കും 100% എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ എൻ്റെ ടെൻഷൻ മാറി,
ടെൻഷൻ മാറിയെന്ന് മാത്രമല്ല, റിസൾട്ട് വരാൻ ഞാൻ വെയിറ്റ് ചെയ്യുക, എനിക്ക് ആഘോഷിക്കണം. നമുക്കറിയാമല്ലോ, ഈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പുകൾ, നിയമസഭ, പാർലമെന്റ് ഒക്കെ നടക്കുമ്പോൾ, പഞ്ചായത്ത് ഇങ്ങനത്തെ ഇലക്ഷൻ നടക്കുമ്പോൾ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏകദേശം എണ്ണിക്കഴിയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്കറിയാം ഇനിയും എണ്ണാനുള്ളത് ഇത്രയും കൂടെ ഉള്ളൂ, ഞങ്ങൾ ജയിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് അവർ ആഘോഷം തുടങ്ങും. കാരണം എന്നാ? റിസൾട്ട് വന്നില്ല, അവർക്കറിയാം ഞങ്ങൾ ജയിക്കും. ദൈവങ്ങളെ ചോദിച്ചോട്ടെ, അങ്ങനെയെങ്കിൽ ഒരു ദൈവ പൈതൽ ഒരു പ്രതിസന്ധിയിലൂടെ, പ്രശ്നത്തിലൂടെ, ഒരു പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഈ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ എന്തോ ചെയ്തോണം? ആഘോഷിക്കാൻ തയ്യാറാകണം. കാരണം എൻ്റെ ദൈവം ജയാളിയ. എന്നോട് ചോദിച്ചോട്ടെ, യേശു എവിടെയെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ ആരുടെ പിന്നാലെ ഇറങ്ങി തിരിച്ച്? ദൈവത്തിന്റെ പിന്നാലെ, യേശുവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചൊരു ദൈവപൈതൽ പറയണം, എൻ്റെ ലീഡർ പരാജയപ്പെട്ടിട്ടില്ലെങ്കിൽ ആ ലീഡറോടൊപ്പം പോകുന്ന ഞാനും പരാജയപ്പെടത്തില്ല. തിരിച്ചു പറഞ്ഞോട്ടെ, സാത്താൻ പരാജിതനാണ്. അവൻ എവിടാ ജയിച്ചിട്ടുള്ളത്? പിശാച് എങ്ങും ജയിച്ചിട്ടില്ല. യേശുവിന്റെ അടുക്കൽ വന്ന് പരീക്ഷകൾ നടത്തിയപ്പോൾ ഒക്കെ പിശാച് പരാജയപ്പെട്ടു പോയിട്ടേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ പിശാച് അല്ല എൻ്റെ ലീഡർ, എൻ്റെ ലീഡർ യേശുവാണെങ്കിൽ എൻ്റെ ലീഡർ പരാജയപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാനും പരാജയപ്പെടത്തില്ല. അങ്ങനെയെങ്കിൽ ആ പ്രശ്നത്തിന്റെ നടുവിൽ ഞാൻ ജയം ആഘോഷിച്ച് തുടങ്ങണം. 118 സങ്കീർത്തനത്തിന്റെ 15 വാക്യം ഒന്ന് വായിച്ചാട്ട് നമുക്ക് അവിടെ അല്പം കൂടി രാഷ്ട്രീയം അതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. അങ്ങനെയെങ്കിൽ നീതിമാന്റെ കൂടാരം, നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയത്തിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷമുണ്ട് എന്നൊക്കെയാ. 24 വാക്യം കൂടെ വായിച്ചേ. ആ സങ്കീർത്തനം പറയുമ്പോൾ അതെ, ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച്, യഹോവയുണ്ടാക്കിയ ദിവസത്തിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ. അതേത് ദിവസമാണ്? എല്ലാ ദിവസവും യഹോവയുണ്ടാക്കിയത്. അങ്ങനെയെങ്കിൽ ആഴ്ചയുടെ 7 ദിവസവും ദൈവമക്കൾ പറയണം, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം എൻ്റെ കൂടാരത്തിലുണ്ട്. കാരണം ഞാൻ ജയിക്കുന്ന വ്യക്തിയാണ്. ഞാൻ പരാജയപ്പെടാനല്ല കർത്താവിനെ വിളിച്ചത്. കാൽവറിയിൽ അവസാനത്തുള്ള രക്തം വരെയും ഊറ്റി തന്നത് എന്നെ ഒരു പരാജയമാക്കാനല്ല, എന്നെ വിജയമാക്കാനാണ് എൻ്റെ കർത്താവ് തന്നതെങ്കിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം ആഴ്ചയുടെ 7 ദിവസവും എൻ്റെ കൂടാരത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം എനിക്കുണ്ട്, ഞാൻ ജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ആ വാക്ക് ആവർത്തിക്കുന്നു, റിസൾട്ട് വരും മുമ്പ് തന്നെ ജയം ആഘോഷിച്ചു തുടങ്ങിക്കോണം. അപ്പോൾ പൗലോസ് കൊരിന്ത്യർക്കൽ അങ്ങനെ എഴുതുമ്പോൾ ആ വാക്ക് കൂടെ ഒന്ന് വായിക്കാമോ? 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്കും കൂടെ ഒന്ന് വായിച്ചു. ക്രിസ്തുവിൽ ഞങ്ങളെ വായിച്ചു എപ്പോഴും ജയോത്സവമായി നടത്തുകയും അവിടെ പറയുന്ന പദം നമ്മൾ ശ്രദ്ധിച്ചല്ലോ. ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവം. വല്ലപ്പോഴുമല്ല, ഇടയ്ക്കിടയ്ക്കല്ല, എന്നെ എപ്പോഴും ജയത്തോടെ നടത്തുന്ന ഒരു ദൈവം. ജയത്തിന്റെ ഉത്സവം ഘോഷിപ്പാൻ തക്കവണ്ണം എന്നെ പ്രാപ്തനാക്കുന്ന ഒരു ദൈവം. അവിടെ അടുത്ത വാക്യത്തിൽ വായിക്കുമ്പോൾ വായിച്ചോളൂ, ജയോത്സവമായി നടത്തുകയും തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഈ പരിജ്ഞാനം എനിക്കുണ്ടാകണം. എൻ്റെ ദൈവം എന്നെ എല്ലാ വിഷയത്തിലും ജയത്തോടെ നടത്തുമെന്നുള്ള പരിജ്ഞാനം എനിക്കുണ്ടാകണം. ആ പരിജ്ഞാനത്തിന്റെ വാസന എന്നിലൂടെ പുറത്തു വരണം. ഏത് പ്രശ്നത്തിനും ഞാൻ വിളിച്ചു പറയണം, ഈ വിഷയത്തിന്മേൽ ഞാൻ ജയിക്കും. എൻ്റെ ദൈവം എന്നെ ഒരു ജയാളിയാക്കും. ഞാൻ പരാജയപ്പെടാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എൻ്റെ ദൈവം എന്നെ ജയാളിയായി തലയുയർത്തി നിൽക്കാൻ അനുവദിക്കുമെന്നുള്ള ബോധ്യത്തോട് നമ്മൾ ആ പ്രശ്നത്തിന്റെ നടുവിലും എൻ്റെ ഉള്ളിൽ ഈ പരിജ്ഞാനം ഉണ്ടാകണം, ഞാൻ ജയാളിയാണ്. അങ്ങനെയുള്ളവർക്ക് റിസൾട്ടിന് മുമ്പ് ജയത്തിന്റെ ഘോഷം ആഘോഷിക്കാൻ കഴിയും. യെസ്, ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ 1-2 ചിന്തകൾ ഓർപ്പിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഈ ചിന്തയ്ക്ക് നമുക്കൊരു തലക്കെട്ട് കൊടുക്കാം. റിസൾട്ട് വരും മുമ്പ് ജയം ആഘോഷിക്കണം. എന്നൊന്നുകൂടെ പറയുന്നു, റിസൾട്ട് വരും മുമ്പ്
ജയം ആഘോഷിക്കണം. എത്ര പേർക്ക് ആ ബോധ്യമുണ്ട്? എൻ്റെ ദൈവത്തെ മനസ്സിലാക്കാമെങ്കിൽ, ഈ പരിജ്ഞാനം എനിക്കുണ്ടെങ്കിൽ, റിസൾട്ട് വരും മുമ്പ് ഞാൻ പറയും ഞാൻ ജയിക്കും, ഞാൻ ആഘോഷിച്ചു തുടങ്ങും. നമുക്ക് ആഘോഷിക്കാൻ കഴിയും. ദൈവം നമ്മളെ അതിനിട വരുത്തും. 1-2 വാക്യങ്ങൾ ഞാൻ വേഗത്തിൽ അതിൻ്റെ തെളിവുകൾ കാണിച്ച് എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കാം. നമുക്ക് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 2 ദിനവൃത്താന്തങ്ങൾ 20-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. വളരെ പരിശുദ്ധമുള്ളൊരു വചനമാണെങ്കിലും ആ ഭാഗം ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്പം അനുഗ്രഹമായിരിക്കും. വായിച്ചോളൂ. അങ്ങനെ അവർ തോറ്റുപോയി. ആ വചനം നമുക്ക് വളരെ പരിചിതമുള്ളത് കൊണ്ട് ഞാൻ അധികം വിശദീകരിക്കുന്ന വേഗത്തിൽ പോകുന്നു. ഇവിടെ വായിച്ചത് 3 പ്രബല ശക്തികൾക്ക് നേരെ യഹോശാഫാത്ത് രാജാവ് യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കുന്നു. ഈ യുദ്ധം ആരംഭിച്ചു. നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദൈവം പറഞ്ഞു, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്, നിങ്ങൾ കൂട്ടത്തിൽ വന്നാൽ മതി. ഇവർ പാടി സ്തുതിച്ച് തുടങ്ങിയപ്പോൾ 22 അങ്ങനെയെങ്കിൽ ആ വാക്കിൽ നിന്നുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചാൽ ഇവര് ജയം ആഘോഷിച്ചത് എപ്പോഴാണ്? ശത്രു തോറ്റതിന് ശേഷമല്ല. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, എന്തോ അവിടെ എഴുതിയിരിക്കുന്നത്. അവർ പാടി സ്തുതിച്ച് തുടങ്ങിയപ്പോൾ. ഇനി അതിൻ്റെ ആ വാക്യം അവസാനിപ്പിക്കുന്ന എങ്ങനെയാണ്? അങ്ങനെ അവർ തോറ്റുപോയി. അപ്പം ജയം ആഘോഷിച്ചത് എപ്പോഴാണ്? റിസൾട്ട് വന്നിട്ടാണോ? അല്ല. ശത്രു കൊടുമ്പിരി കൊണ്ടു നിൽക്കുമ്പോൾ, യുദ്ധം അതിൻ്റെ അത്യുച്ച കോടിയിൽ നിൽക്കുമ്പോൾ, അവർ അടുത്തടുത്ത് ഇവരെ ആക്രമിക്കാൻ എത്തിയപ്പോൾ തന്നെ ഇവരെന്ത് ചെയ്തു തുടങ്ങി? പാടി സ്തുതിച്ചു തുടങ്ങി, ജയം ആഘോഷിച്ചു തുടങ്ങി. അവർക്കൊരു കാര്യം അറിയാം, ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ശത്രു എത്ര പ്രബലനാണെങ്കിലും എത്ര ശക്തിയോട് എന്നോട് അടുത്താലും ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജയത്തിന്റെ ഘോഷം അവർ ആഘോഷിച്ചു തുടങ്ങി. ശത്രു അവരുടെ മുമ്പിൽ തോറ്റുപോയി. യെസ്, ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവമക്കളെ, ആത്മാവിൽ ആ ദൂത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞോട്ട്, നീ റിസൾട്ട് കണ്ടിട്ട് ആഘോഷിക്കാൻ നിൽക്കണ്ട. അതിന് മുമ്പ് നീ അങ്ങ് ആഘോഷിച്ചു തുടങ്ങിക്കോ. കാരണം നിനക്ക് നിന്റെ ദൈവത്തെ വിശ്വാസമുണ്ടെങ്കിൽ, എന്റെ ദൈവം എങ്ങും പരാജയപ്പെട്ടിട്ടില്ലെങ്കിൽ, പരാജയപ്പെടാത്തവന്റെ കൂടെയാണ് ഞാൻ ഇറങ്ങിത്തിരിച്ചതെങ്കിൽ, എന്നെ ഒരു ജയാളിയാക്കാൻ കഴിയുന്ന ഒരു ദൈവം ഏത് വലിയ പ്രശ്നത്തിന്റെ നടുവിലും ഞാൻ ജയം ആഘോഷിക്കും. ഓ ഹല്ലേലൂയ. എനിക്ക് എൻ്റെ ദൈവത്തെ അറിയാം. എൻ്റെ ദൈവം എന്നെ നിന്ന പാത്രമാക്കത്തില്ല. എൻ്റെ ദൈവം എന്നെ ഒരു പരാജയമാക്കത്തില്ലെന്ന് ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയും, റിസൾട്ട് അല്ല എനിക്ക് വിഷയം, എൻ്റെ ദൈവത്തെ അറിയുന്ന ഞാൻ ജയത്തിന്റെ ഘോഷം ആഘോഷിച്ചിരിക്കും. കൃപ, ദൈവകൃപ. നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ ദൈവമക്കളെ നമുക്ക് കഴിയണം. അതിന് വേണ്ടതാണ് ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചത്. പൗലോസപ്പോസ്തലൻ പറയുന്നല്ലോ, പരിജ്ഞാനത്തിന്റെ വാസന എന്നിവയാണ്. എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള പരിജ്ഞാനം എനിക്കുണ്ടോ? പലപ്പോഴും നഷ്ടപ്പെടുന്ന ഇതാ. നമുക്കറിയാം, വാക്കുകൾ കൊണ്ട് പറയും, 4 പേരുടെ മുമ്പിൽ പറയും. പ്രശ്നത്തിന്റെ നടുവിൽ, ഏകാന്തതയിൽ, അവിടെയും ഈ വാക്യം പറയണം, എന്നെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്നൊരു ദൈവമുണ്ട്. ഈ പരിജ്ഞാനം എനിക്കുണ്ടോ? ഞാൻ ജയാളിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇല്ല എങ്കിൽ എൻ്റെ ജീവിതം ടെൻഷനാണ്. ജയിക്കുമോ, തോക്കുമോ, രക്ഷപ്പെടുമോ, ഈ വിഷയത്തിന്മേൽ ഒരു വിടുതലുണ്ടോ, പ്രശ്നം മാറുമോ, ആ വിഷയം ഞാൻ ഉദ്ദേശിച്ച പോലെ, ഞാൻ പ്രാർത്ഥിച്ച പോലെ നടക്കുമോ, ഈ ടെൻഷനും കൊണ്ട് ജീവിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. നമ്മൾ വിളിച്ചു പറയണം, എന്നെ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമുണ്ട്, എനിക്ക് ജയം തരുന്ന ഒരു ദൈവമുണ്ട്. റിസൾട്ടിന് വേണ്ടി ഞാൻ കാത്തു നിൽക്കത്തില്ല. ശത്രു അടുത്ത് വരുമ്പോഴും ഞാൻ പാട്ട് പാടി ആഘോഷിക്കും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ വായിച്ചത്, ആദ്യം നടന്നത് ആഘോഷം, രണ്ടാമതാ ശത്രുവിന്റെ തോൽവി. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നത് നമുക്ക് ഒത്തിരി കേട്ടിട്ടുള്ളതായതുകൊണ്ട് ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. ഒരു ചിന്തയുടെ വേഗത്തിൽ ഓർപ്പിക്കാം. യോശുവയുടെ പുസ്തകം നിർത്താറ് 6-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം.
മതി മതി. ആ ഭാഗത്തും ഇവിടെയും സെയിം സംഭവം തന്നെ ഇവിടെ ഇരിക്കുന്നത്. നമുക്കറിയാമല്ലേ, യഹോവയുടെ ആ വന്മതിലിന് ചുറ്റും 7 ദിവസം ഇവരുടെ യാത്ര. 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റാൻ പറഞ്ഞ 7-ാം ചുറ്റലിൽ സംഭവിച്ച കാര്യമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. ഒരിക്കൽ കൂടെ ആ ഭാഗം ഒന്ന് വായിക്കാം. ജനം ആർപ്പിടുകയും മതി. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ആദ്യം സംഭവിച്ചെന്തോ? ജയം ഘോഷിച്ചു. മതിൽ വീണിട്ടാണോ അവർ ഘോഷിച്ചേ? അല്ല. നമ്മളെന്താ ചെയ്തത്? ചിന്തിക്കുക. നമ്മൾ മതിൽ വീണിട്ട് സ്തോത്രം പറയാൻ നോക്കി നിൽക്കുക. കാരണം എനിക്ക് വലിയ വിശ്വാസമില്ല. ഞാൻ പറഞ്ഞല്ലോ, ചില മതിൽ എത്ര വലുതാണെങ്കിലും എൻ്റെ മുമ്പിൽ അത് വീഴുമെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ എനിക്ക് ആ മതിലിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ജയം ഘോഷിക്കും. ഇന്ന് പകൽ എത്ര പേർക്ക് ദൂത് ഏറ്റെടുക്കാൻ കഴിയും? നിങ്ങളുടെ മുമ്പിലുള്ള മതിലിനെ നോക്കിക്കൊണ്ട് ജയം ഘോഷിച്ചോ. ഇത് വീഴും. കാരണം എൻ്റെ ദൈവം എന്നോട് പറഞ്ഞെങ്കിൽ ദൈവം ഈ മതിലിനെ എൻ്റെ മുമ്പിൽ വീഴ്ത്തും. യെസ്, ഹല്ലേലൂയ. വീണിട്ട് സ്തോത്ര പ്രാർത്ഥന നടത്താൻ കാത്തിരിക്കേണ്ട. അത് കഴിഞ്ഞൊരു സ്തോത്ര പ്രാർത്ഥനയൊക്കെ നടത്തിക്കോ, നല്ലതാ. പക്ഷെങ്കിൽ ആ മതിൽ നിൽക്കുമ്പോൾ തന്നെ നീ ജയത്തിന്റെ ആർപ്പ് മുഴക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഈ യോശുവയും കൂട്ടരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ഇത്ര ധൈര്യം വന്നത്? യോശുവയ്ക്ക് ഒരു സാക്ഷ്യം പറയാനുണ്ട്. ഞങ്ങളുടെ പിതാക്കന്മാർ 430 വർഷം മിസ്രൈമിൽ അടിമകളായിരുന്നു. ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് ധരിച്ചടത്ത് നിന്ന് മിസ്രൈമിനെ കുറിച്ച് അവർ പറയുന്ന ഒരു വാക്കുണ്ട്, ഇരുമ്പൊലയാണ്. ഈ ഇരുമ്പൊലയിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും പുറത്ത് കടക്കത്തില്ലെന്ന് ചിന്തിച്ചടത്ത് നിന്ന് ഞങ്ങളുടെ ദൈവം അത്ഭുതകരമായി ഞങ്ങളെ പുറത്തെത്തിച്ചു. ഞങ്ങൾ വന്ന വഴിയിൽ മുന്നോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് തടസ്സം നിന്ന ആ ചെങ്കടലിനെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി വിഭാഗിച്ചു. മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ വേണ്ടതെല്ലാം ഞങ്ങൾക്ക് ഒരുക്കി തന്നു. കനാന്റെ പ്രവേശനത്തിൽ വന്നപ്പോൾ കവിഞ്ഞൊഴുകിയ യോർദാൻ നദിയെ ദൈവം 2ആയി വിഭജിച്ചു. ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ തടസ്സത്തെയും മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും. കൃപ, ദൈവകൃപ. ഇന്നലകളിൽ ജയം തന്ന ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടെങ്കിൽ ഇന്നലകളിൽ എൻ്റെ അസാധ്യമെന്ന് പറഞ്ഞ പല വിഷയത്തിന് മേൽ എൻ്റെ ദൈവം അത്ഭുതകരമായി എന്നെ സഹായിച്ച ബോധ്യം, ആ പരിജ്ഞാനമുള്ളവർ ഇന്ന് പകൽ ചില മതിലിനെ നോക്കിക്കൊണ്ട് വിളിച്ചു പറ, ഇതിന് മുമ്പിലും ജയം തരാൻ എൻ്റെ ദൈവത്തിന് കഴിയും. കൃപ, ദൈവകൃപ. ഹല്ലേലൂയ. ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞോണം, മതിൽ വീഴാൻ ഞാൻ കാത്തു നിൽക്കത്തില്ല. അതിന്റെ റിസൾട്ട് വരാൻ ഞാൻ കാത്തു നിൽക്കത്തില്ല. അതിന് മുമ്പ് തന്നെ ഞാൻ ആർപ്പിട്ട് തുടങ്ങും. കാരണം എനിക്കറിയാം, ഇന്നലകളിൽ എനിക്ക് വേണ്ടി വലിയവ ചെയ്ത കർത്താവ് ഇന്നും എനിക്ക് വേണ്ടി ശക്തനാണ്. വലിയവ ചെയ്യാൻ ഇന്നും എൻ്റെ ദൈവം ശക്തൻ തന്നെ. ആ കരം കുറുതായിട്ടില്ല, ചെവി മന്ദമായിട്ടില്ല. എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആ ബോധ്യമുള്ളവർ ഒരുമിച്ച് ജയം ഘോഷിച്ചാട്ട്. യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ കർത്താവേ ഞങ്ങൾ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കൃപ, ദൈവകൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആ വാക്കൊന്നോട് ആവർത്തിക്കുന്നു. ജനമാർപ്പിട്ടപ്പോൾ മതിൽ വീണു. 20-ാം വാക്യത്തിന്റെ അവസാന ഭാഗം മാത്രം ഒന്ന് വായിച്ചോളൂ. അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു. ജനം ഓരോരുത്തൻ മതി. ഞാൻ വേണ്ടി പറയുന്നു, പട്ടണം പിടിച്ച് എല്ലാം കഴിഞ്ഞിട്ടല്ല ആർപ്പിടേണ്ടത്. ഇനി ഞാൻ തിരിച്ചു പറയാം. കോൺഫിഡൻസ് ഇല്ലെങ്കിൽ, ബോധ്യമില്ലെങ്കിൽ, ഉറപ്പില്ലെങ്കിൽ എല്ലാം കണ്ടിട്ട് സ്വതന്ത്രം പറഞ്ഞാൽ മതി. അതുവരെ ടെൻഷനും കൊണ്ട് ജീവിക്കേണ്ടി വരും. ദൈവം എന്തിനാണ് നമ്മളെ വിളിച്ചത്? ഒരു ടെൻഷൻ ഫ്രീ ലൈഫാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ചെറിയ വിഷയത്തിലാകട്ടെ, വലിയ വിഷയത്തിനാകട്ടെ, നമുക്ക് ആ ചെറുതും വലുതും ദൈവത്തിനെല്ലാം ഒരുപോലെ പോകും. നമുക്ക് ചില വിഷയം പറയോ, അതിച്ചിരി ഭാരമുള്ളതാണ്. ദൈവത്തിൻ്റെ കൊടുക്കുന്ന, ദൈവത്തിന് ഇതൊന്നും ഭാരമാണ്.
എൻ്റെ ഭാരം ദൈവത്തിന് ഭാരമല്ല, എൻ്റെ ഭാരം എൻ്റെ ഭാരമായിട്ടിരിക്കുമ്പോഴാണ് ഭാരമാകുന്നു. കർത്താവ് പറഞ്ഞെന്തുവാ? നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. വെക്കാത്തതല്ലേ ഈ പ്രശ്നം. ഇതും വെച്ചോണ്ട് തലയെ വെച്ചോണ്ട് നടന്നാൽ എന്നാ ഒന്ന് സ്വസ്ഥത കിട്ടുന്നത്? അവസാനം ശ്വാസം വരെ സ്വസ്ഥത കിട്ടാതെ എന്നും ഭാരവും ചുമന്നുകൊണ്ട് നടക്കാനാണോ ദൈവം നമ്മളെ വിളിച്ചത്? അങ്ങനെയെങ്കിൽ എന്തിനാ ഈ മാർഗത്തിൽ വന്നത്? നമുക്കൊരു ചുമട് താങ്ങിയ, എൻ്റെ ചുമടെടുക്കുവാൻ, എൻ്റെ ഭാരം വഹിക്കാൻ ഒരു യേശു എനിക്കുള്ളപ്പോൾ, യെസ് ഹല്ലേലൂയ, എൻ്റെ ശാരീരിക, മാനസിക, ഭൗതിക ഏത് ഭാരവും ചുമക്കാൻ കഴിയുന്ന ഒരു കർത്താവ് എനിക്കുള്ളപ്പോൾ, ഞാൻ ആ കർത്താവിൻ്റെ മേൽ ഭാരമിട്ടുകൊണ്ട് ഞാൻ സ്വസ്ഥമായി നടന്നുകൊണ്ട് നാളുകളിൽ എൻ്റെ നേരെ വരുന്ന പ്രതിസന്ധിയെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയണം, ഇന്നലകളിൽ ജയം തന്നൊരു ദൈവം എനിക്കുണ്ടെങ്കിൽ ഇന്നും ജയം തരാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ആ മതിൽ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ ആർപ്പിട്ട് തുടങ്ങിക്കോ. ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് ചില വൻമതിലിനെ നിന്റെ മുമ്പിൽ ദൈവം നിരപ്പാക്കി തരും. ഈ ദിവസങ്ങൾ നമ്മൾ ദൈവത്തോട് അങ്ങനെ പ്രാർത്ഥിക്കാം. എന്നിട്ട് വാക്ക് പറഞ്ഞോട്ടെ, റിസൾട്ട് വരാൻ കാത്തു നിൽക്കണ്ട. ദൈവത്തെ വിശ്വാസമുണ്ടോ? നീ ജയം ഘോഷിച്ചു തുടങ്ങിക്കുന്നു. കൃപ, ദൈവകൃപ. ഒരു ചിന്തയോടെ ഒരു ഉദാഹരണം കൊണ്ട് എടുത്ത് കാണിച്ച് പെട്ടെന്ന് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അപ്പോസ്തല പ്രവർത്തികൾ 16-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം കൂടെ വായിച്ചു. അപ്പോൾ പൗലോസ്, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി തെറിച്ചും കൊണ്ട് പൗലോസിന്റെയും ശീലാസിന്റെയും മുമ്പിൽ വീണു. അതിന്റെ 32-31 വയസ്സിലും മതിയാകും. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അവൻ പറഞ്ഞു. മതി. ആ വാക്യങ്ങളൊക്കെ നമുക്ക് വളരെ പ്രസിദ്ധമാണ്. ചെറിയ ചിന്താഭാഗത്ത് പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. പൗലോസും ശീലാസും ഫിലിപ്പിയൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട് കിടക്കുന്ന സാഹചര്യം. ജയിലിൽ പോകാൻ തക്ക തെറ്റൊന്നും അവർ ചെയ്തിട്ടില്ല. അവർ ചെയ്തത് സുവിശേഷം പറഞ്ഞു. നമുക്ക് ആ ചരിത്രമൊക്കെ അറിയാം. ഒരു പുഴവക്കത്തിൽ ചെന്ന് ആദ്യം സുവിശേഷം പറഞ്ഞു. ലുദിയയുടെ ഹൃദയം ദൈവം തുറന്നു. ലുദിയ മാനസാന്തരപ്പെട്ട് കുടുംബമായിട്ട് കർത്താവിനെ സേവിച്ചു. അതിനുശേഷം അവർ മുന്നോട്ട് പോകുന്ന വഴി ഒരു വെളിച്ചപ്പാടത്തിൽ ഭൂതബാധിതയായ ഒരു സഹോദരി വന്ന് ഇവരെ സല്യൂട്ട് ചെയ്യുക. ആ സഹോദരി വേണ്ടാത്തൊന്നും പറഞ്ഞില്ല. അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ എന്ന് പറഞ്ഞ ജനത്തിന് പരിചയപ്പെടുത്തുക. ഈ വന്നത് കർത്താവിൻ്റെ, നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ കർത്താവിൻ്റെ വലിയേറിയ ദാസന്മാർ. ഇത് പറഞ്ഞ ആരാ? ഭൂതബാധിതയായ സ്ത്രീ. ഇവരെ ആ നാട്ടുകാർക്ക് ആർക്കും അറിയത്തില്ല. കാരണം മക്കതോനിയ, ഇവർ ഏഷ്യയിൽ നിന്നാണ് പോകുന്നത്, യൂറോപ്പിലേക്കാണ് പോയത്. ഇന്നത്തെ കാലത്താണെങ്കിൽ വാട്സപ്പോ ഒത്തിരി മീഡിയാസിലൂടെ ആളുടെ ഫോട്ടോയെങ്കിലും കണ്ട് ഇന്നയാളുണ്ടെന്ന് അറിയാം. പൗലോസിനെ മക്കതോനിയയിൽ ഒരുത്തർക്കും അറിയത്തില്ല. പൗലോസ് ഏഷ്യയിൽ നിന്ന് ഈ യൂറോപ്പിൽ ചെന്നപ്പം നമ്മളാണെ പറയും എന്താണേലും ദൈവം ഒരു ഭൂതബാധിതയായ ഒരാളെ ഒരുക്കുകയാണെങ്കിലും ഞങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യിച്ചല്ലോ. പക്ഷെ പൗലോസ് ചെയ്ത കാര്യം ഇവളിലെ ഭൂതത്തെ ശാസിച്ചു. ഈ ഭൂതബാധിതയായ സഹോദരി, അവർക്ക് ഒരു യജമാനനുണ്ട്. അയാളിങ്ങനെ പറഞ്ഞു വിടും, നീ പോയി ഇന്ന കാര്യങ്ങൾ കറക്റ്റായി ഇവർ പറയുന്ന ഭൂതം പറയുന്നത് വളരെ കറക്റ്റാണ്. പ്രവചനം അവർ കറക്റ്റ് ദൂതൊക്കെ കൊടുക്കും. ഈ ദൂത് പറഞ്ഞുകൊണ്ടിരുന്ന ഇതിൻ്റെ ഭൂതത്തെ പൗലോസ് അപ്പോസ്തലൻ ശാസിച്ചു കഴിഞ്ഞപ്പോൾ ഇതിന് നാളെ തൊട്ട് ദൂത് പറയാനില്ല. അപ്പൊ ഇതിന്റെ യജമാനൻ ഇതിനെ പറഞ്ഞു വിടും, പക്ഷെ ഇതിന് ദൂതില്ല പറയാൻ. ഉടനെ ചോദിച്ചു, ഇതെന്തോ പറ്റി, നിനക്കെന്നോ പറ്റി? ആ 2 ഭാഷമാർ വഴി കൂടെ പോകുന്നത് കണ്ടു. അവരെൻ്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു, എനിക്കിപ്പോൾ ആ ദൂതൊക്കെ അങ്ങ് പോയി. ഉടനെ ഇവരവിടുത്തെ പ്രമാണിമാരായതുകൊണ്ട് ഇവർ പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ചന്ത സ്ഥലത്ത് വെച്ച് അടുപ്പിച്ചു. നിങ്ങൾ അതിൻ്റെ തൊട്ടുമുള്ള ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ കാണാം. ചന്ത സ്ഥലത്ത് പബ്ലിക് റോഡിൽ അടി തുടങ്ങിയാൽ നമുക്കറിയാമല്ലോ, ഒരുത്തൻ അടിച്ചു, ചോദിക്കാൻ ആളില്ലെങ്കിൽ വരുന്നവൻ തല്ലുക. അങ്ങനെയെങ്കിൽ
ദൈവത്തിൻ്റെ വിളി കേട്ടുകൊണ്ട് ഏഷ്യയിൽ സ്ഥലമില്ലാഞ്ഞിട്ടല്ല, അവിടെ ധാരാളം തിരക്കുള്ളിടത്തു നിന്ന് ദൈവത്തിൻ്റെ വിളി കേട്ടുകൊണ്ട് യൂറോപ്പിൽ ചെന്ന ഈ അപ്പോസ്തലന്മാർ ചന്തസ്ഥലത്ത് അടിയേറ്റു, പിടിച്ച് ജയിലിൽ കൊണ്ടിട്ടു. ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലിട്ടപ്പോൾ അവിടെ തന്നെ ചില പദങ്ങൾ പറയുന്നുണ്ട്. അകത്തെ തടവിലിട്ട് കൈ ചങ്ങല കൊണ്ട് ബന്ധിച്ചു, കാൽ ആമത്തിലിട്ട് പൂട്ടി. ചരിത്രം അതേക്കുറിച്ച് പറയുന്ന ഫിലിപ്പിയൻ കാരാഗ്രഹം 500-ലധികം സെല്ലുകളുള്ള ഒരു വലിയ ജയിലാണ്. അതിൻ്റെ അകത്തെ തടവിൽ കൊണ്ടിട്ടെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഇറങ്ങിപ്പോകാൻ കഴിയാത്ത കൊടും കുറ്റവാളികളെ ഇടുന്ന ജയിലിൽ, ആ സെല്ലിലാണ് ഈ അപ്പോസ്തലന്മാരെ കൊണ്ടിട്ടത്. അവിടെ കിടന്നുകൊണ്ട് അർദ്ധരാത്രിയിൽ ഇവരെന്തോ ചെയ്തെന്നാ പറഞ്ഞത്. എന്നോട് വായിച്ചു, 25 മാത്രം ഒന്ന് വായിച്ചു. അർദ്ധരാത്രിക്ക് പ്രാർത്ഥിച്ച് ദൈവത്തെ. അങ്ങനെയെങ്കിൽ ഇപ്പം പാട്ടുയരുക. പാട്ട് വരുന്ന എപ്പോഴാണ്? സന്തോഷത്തിൻ്റെ അനുഭവത്തിലാണ്. ജയമുള്ളപ്പോഴാണ് പാട്ട് വരുന്നത്, അല്ലാത്തപ്പോൾ പാട്ട് വരത്തില്ല. ഒരു ഗസ്റ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നെന്ന് കരുതുക. തിരക്ക് പിടിച്ച് പല വിഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഒന്നടുപ്പേ വെച്ചിട്ട് മറ്റെന്തോ കാര്യത്തിന് പോയി, തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇത് കരിഞ്ഞു പോയി. ആകെ ടെൻഷനായി. ഇനി അവർ വരുന്നതിനകം ഇതെല്ലാം കൂടെ ക്ലിയർ ആക്കാൻ സമയമില്ല. ആ സമയത്ത് നിങ്ങളുടെ മോള് വന്നേച്ച്, മോനെ വന്നേച്ച് പറഞ്ഞു, മമ്മി കഴിഞ്ഞ ഞായറാഴ്ച സഭായോഗത്തിന് പാടിയ പാട്ട് ഒന്ന് പാടിക്കുക മമ്മി. മമ്മി നല്ല പാട്ടുകാരിയാ, താലന്ത് പരിശീലനമൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അന്നേരം മമ്മിക്ക് പാട്ട് വരുമോ? കയ്യകലത്തിൽ അല്ലെങ്കിൽ കുഞ്ഞ് രക്ഷപ്പെട്ടു, അല്ലെ കയ്യിലിരിക്കുന്നതുകൊണ്ട്. എന്താ മമ്മി നല്ല പാട്ടൊക്കെ പാടും, അന്നേരം എന്നാ പാടാൻ? പാടാൻ പറ്റിയ അവസരമല്ല. പക്ഷെങ്കിൽ ഇവരിപ്പോ എന്താ പാടുന്നത്? അവരോട് ചോദിച്ചാൽ പാടാൻ പറ്റിയ സമയമാണോ ഇത്? എടാ, ഏഷ്യ നിങ്ങൾക്ക് തിരക്കിട്ട ശുശ്രൂഷയല്ലേ? ഒരു വേദിയിൽ നിന്ന് അടുത്ത വേദിയിലൊക്കെ നിങ്ങളുടെ പ്രസംഗം കേൾക്കാൻ ആൾക്കാർ കാത്തു നിൽക്കുക. അതെല്ലാം കളഞ്ഞേച്ച് നേരെ യൂറോപ്പിൽ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ചെന്ന് അവിടെ ചെന്നേച്ച് കിട്ടിയതെന്തോ? അടി കിട്ടി, ഒടുവിൽ ജയില് കിട്ടി, ചങ്ങല കിട്ടി, ആമം കിട്ടി, എന്നിട്ട് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക. പക്ഷെങ്കിൽ പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയാണ്, ഞങ്ങൾ ജയം ആഘോഷിക്കുക. എങ്ങനെ ജയം ആഘോഷിക്കുന്നത്? ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, നമ്മൾ മനസ്സിൽ ചിന്തിക്കണം. പൗലോസേ, ഈ ജയില് ജയമാണോ? ഈ ചങ്ങല ജയമാണോ? ഈ ആമം ജയമാണോ? നീ ചെയ്യാത്ത തെറ്റ് നിന്റെ മേൽ ആരോപിച്ചത് ഒരു ജയത്തിന്റെ ഘോഷമാണോ? നിരാശയുടെ പാട്ട് പാടേണ്ടിടത്ത് നീ എങ്ങനാ ഈ ജയത്തിന്റെ പാട്ട് പാടുന്നത്? തനിക്ക് പറയാൻ കഴിയും, ഇതിൻ്റെ റിസൾട്ട് ഞാൻ ആത്മാവിൽ കണ്ടു. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ എനിക്കൊരു റിസൾട്ട് കിട്ടി. ഞാൻ ഈ ജയിലിൽ കിടന്നാൽ ആ ജയിൽ സൂപ്രണ്ട് മാനസാന്തരപ്പെടാൻ ദൈവം ഇടവരുത്തും. ഈ റിസൾട്ട് കണ്ട എനിക്ക് പാടാതിരിക്കാൻ പറ്റത്തില്ല. യെസ്, ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവമക്കളെ, ആത്മാവിൽ ആ ദൂത് ഞാനൊന്ന് ആവർത്തിച്ചോട്ടെ. നിന്റെ ചില വേദനകളെ നോക്കിക്കൊണ്ട് അതിൻ്റെ പിന്നിൽ ഒരു റിസൾട്ട് ഞാൻ കാണാൻ പോകുന്നു എന്ന് ബോധ്യമുള്ളവർ ആ വേദനയുടെ നടുവിൽ ജയം ആഘോഷിച്ചോണം. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മാവ് ഞാൻ ദൂത് ആവർത്തിച്ച് പറയുന്നു. നിന്റെ ചില ചങ്ങലകൾ, ചില കാരാഗ്രഹങ്ങൾ അടയ്ക്കപ്പെട്ട് കിടക്കുന്നത്, നാളെ അതിന്റെ റിസൾട്ട് ചിലർ മാനസാന്തരത്തിലേക്ക് കടന്നു വരാനുള്ളതാണെങ്കിൽ ഇന്ന് നിന്റെ ആ ചങ്ങല ഇരിക്കുമ്പോൾ തന്നെ നീ ജയം ആഘോഷിച്ചു തുടങ്ങിക്കോ. കൃപ, ദൈവകൃപ. ഇതാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ബോധ്യമുള്ളവർക്ക് ജയം ആഘോഷിക്കാം. റിസൾട്ടിന് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കണ്ട. റിസൾട്ട് ഓൾറെഡി എൻ്റെ ദൈവം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ ഭാഗം നമ്മൾ താഴോട്ട് വായിച്ചിരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഇവർ ആഘോഷിക്കുക, അവർ പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിക്കുക, കരമടിച്ച് പാടി ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ ഒരുപക്ഷെ അവരുടെ കരങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ആ ചങ്ങലകൾ കിടക്കുന്ന ആ കയ്യിൽ ചങ്ങലകൾ കുത്തി ഉരുമിക്കൊണ്ടിവർ പാടുന്നു. കാല് ചലിക്കാൻ കഴിയത്തില്ല, ദേഹമാസകലം മുറിവേറ്റ് കിടക്കുന്നു. എന്നാൽ ഇവർ ആഘോഷം തുടങ്ങി. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ പ്രതിസന്ധിയുടെ നടുവിൽ, ഇത്തരം ബുദ്ധിമുട്ടിന്റെ നടുവിൽ ആഘോഷിക്കാമെങ്കിൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ ചില റിസൾട്ട് നിങ്ങൾ കാണും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്?
ദൈവത്തിലുള്ള കർത്താവേ, റിസൾട്ട് കണ്ടിട്ട് ആഘോഷിക്കാൻ നിൽക്കത്തില്ല, ഞാൻ ആഘോഷിച്ച് തുടങ്ങും. നിന്റെ കൺമുമ്പിൽ റിസൾട്ട് വരാൻ പോവാ. നമുക്കറിയാമല്ലോ, ജയിലിലേക്ക് തള്ളി അകത്തേക്ക് കയറ്റി വിട്ടപ്പോൾ ഇവരെ വേണ്ടാത്ത വാക്കുകളൊക്കെ പറഞ്ഞു കാണും. ആ ജയിൽ അധികൃതരുടെ ഭാഷയൊക്കെ അവർ പറഞ്ഞു കാണും. പക്ഷെങ്കിൽ ആ കാരാഗ്രഹത്തിന്റെ അടിത്തറ ഇളകി, കഥക് തുറന്ന്, ചങ്ങലകൾ അഴിഞ്ഞ്, വെളിച്ചം പോലും നഷ്ടപ്പെട്ടിടത്ത് ഈ അപ്പോസ്തലന്മാരുടെ അടുക്കലേക്ക് വരുന്ന ആ ജയിൽ സൂപ്രണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്, വെളിച്ചം ഉണ്ടോ? അവിടെ ഒരു വാക്യം അങ്ങനെ വായിച്ചല്ലോ, വെളിച്ചം ചോദിച്ചുകൊണ്ട് അകത്തേക്ക് ചാടി വരുന്നു. അങ്ങനെ ഞാൻ ചോദിച്ചോട്ടെ, മുഴുവൻ ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ അന്നുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണേലും മുഴുവൻ നഷ്ടപ്പെട്ടപ്പോൾ ഇവരെടുക്കണം എന്തോ ഉണ്ട്, വെളിച്ചമുണ്ട്. എന്നൊരു ചിന്തയോട് ഓർപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ പത്രോസ് ജയിലിൽ കിടക്കുന്ന ഒരു ചരിത്രം നമുക്കറിയാം. പെട്ടെന്ന് യഹോവയുടെ ദൂതൻ വന്നു, അറയിൽ ഒരു വെളിച്ചം മിന്നി. അങ്ങനെയെങ്കിൽ ഇവിടെയും ആരിറങ്ങിയിട്ടുണ്ട്? ദൂതൻ ഇറങ്ങിയപ്പോൾ വെളിച്ചം വന്നു. എന്നൂടെ പറയാം, ഏത് കൂരിലിട്ടിനും ഏത് അന്ധകാരത്തിലും ജയം ആഘോഷിക്കുന്നവൻ്റെ അടുക്ക വെളിച്ചമുണ്ട്. ജയം ആഘോഷിച്ചു, നീ ഇരുട്ടത്തല്ല. ചുറ്റുവട്ടത്ത് പലരും ഇരുട്ടത്തിരിക്കുമ്പോഴും ജയം ആഘോഷിക്കുന്നവന്റെ അടുക്കൽ വെട്ടമുണ്ട്. ഈ വെളിച്ചം ചോദിച്ചുകൊണ്ട് ആരൊക്കെയോ എൻ്റെ അടുക്കലേക്ക് ഓടി വരും. യെസ്, ഹല്ലേലൂയ. പക്ഷെങ്കിൽ ഞാൻ മൗനമായിരുന്നാൽ അങ്ങനെ സംഭവിക്കത്തില്ല. ഞാൻ ദൈവസന്നിധിയിൽ ആഘോഷിച്ച് പറയണം, എൻ്റെ റിസൾട്ട് വന്നില്ല. ഈ ജയിലിൽ നിന്ന് ഞാൻ പുറത്തു പോകുമോ എനിക്കറിഞ്ഞുകൂടാ. ഈ പ്രശ്നത്തിൽ നിന്നൊരു മോചനം എനിക്ക് കിട്ടുമോ എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ അവസാനം എങ്ങനെ എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ഞാൻ ഇപ്പോൾ തന്നെ ജയം ആഘോഷിച്ച് തുടങ്ങുകയാണ്. ഞാൻ ജയം ആഘോഷിച്ചാൽ ദൈവം എനിക്ക് അതിൻ്റെ റിസൾട്ട് തന്നിരിക്കും. എനിക്ക് 100% ഉറപ്പുണ്ട്. യെസ്, ഹല്ലേലൂയ. ചോദിച്ചുകൊണ്ട് വന്ന മനുഷ്യൻ, ആ ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചേക്കാമോ? 29-ാം വാക്യം ഒരിക്കൽ കൂടെ വായിച്ചോ. അവൻ വെളിച്ചം ചോദിച്ചുകൊണ്ട് വായിച്ചോളൂ. അവരെ പുറത്തു കൊണ്ടുവന്നു. വിളിക്കുന്ന വിളി കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ജയിലിലേക്ക് തള്ളി കയറ്റി വിട്ടപ്പോൾ ഏതൊക്കെ ഭാഷ ഉപയോഗിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെങ്കിൽ ഇപ്പോൾ ജയം ആഘോഷിച്ചവനെ നോക്കിക്കൊണ്ട് ആ ജയിൽ സൂപ്രണ്ട് ഇവരെ വിളിക്കുന്ന വിളിയാണ്, യജമാനന്മാരെ. വായിച്ചോളൂ. അടുത്ത വാക്യം കൂടെ വായിച്ചു. പിന്നെ അവർ കർത്താവിന്റെ വചനം അവരുടെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാടികൾ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും കരുത്തുള്ളവരെല്ലാവരും താമസിക്കാൻ സ്നാനമേറ്റു. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ അങ്ങനെ ഞാൻ ചോദിച്ചോട്ടെ, റിസൾട്ട് വരുന്നതിന് മുമ്പ് ജയം ആഘോഷിച്ച പ്രയോജനമുണ്ടോ? ആഘോഷിച്ചു തുടങ്ങി. ഒരു കുടുംബത്തെ മാനസാന്തരത്തേക്ക് നയിച്ചത് ഇവരുടെ ഈ ആഘോഷം. അവർക്കൊരു ബോധ്യം വന്നു, എന്നെ വിടുവിപ്പാൻ എൻ്റെ ദൈവം ശക്തൻ. പറഞ്ഞല്ലോ, ഒരു വാക്യം മറക്കല്ലേ, എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തി. എല്ലായിടത്തും തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന എന്നെ കൊണ്ട് വെളിപ്പെടുത്തുന്ന ദൈവത്തിന് സ്തോത്രം. ഈ പരിജ്ഞാനം എനിക്കുണ്ടോ? എനിക്ക് ഏത് കാരാഗ്രഹത്തിലും ജയം ആഘോഷിക്കാൻ കഴിയും. ഞാൻ ആഘോഷിച്ചാൽ ചിലർ എൻ്റെ കൺമുമ്പിൽ ഞാൻ സേവിക്കുന്ന ദൈവത്തെ ആരാധിക്കും. കൃപ, ദൈവകൃപ. ആ ബോധ്യത്തോടെ നമുക്ക് ഒരുമിച്ച് ദൈവകരങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ ഒന്ന് വണക്കാം. എല്ലാ പ്രിയപ്പെട്ട കർത്തക്കരങ്ങൾ കേൾപ്പിച്ചു കൊടുത്താട്ട് ആത്മാർത്ഥമായിട്ട് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ട്, കർത്താവെ, പലപ്പോഴും പല വിഷയത്തിൻ്റെയും ആ റിസൾട്ട് വരട്ടെ, അതിൻ്റെ ഭാവി എന്താകട്ടെ, ഇത് എവിടെ എത്തിച്ചേരും, അതിനുശേഷം ഞാൻ സ്തോത്രം ചെയ്യാൻ പ്രാർത്ഥിക്കാൻ കാത്തു നിൽക്കുകയാണ്. എന്നാൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ നമ്മളോട് ഓർപ്പിച്ചു, ജയം ഘോഷിക്കേണ്ടത് റിസൾട്ട് വന്നിട്ടല്ല, അത് ലോക മനുഷ്യൻ ചെയ്തു കൊള്ളട്ടെ. നിന്നെ എല്ലായിടത്തും ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, ഹല്ലേലൂയ,
ആഴ്ചയുടെ 7 ദിവസവും നീതിമാന്റെ കൂടാരത്തിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം തരുന്ന ഒരു കർത്താവ് എനിക്കുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവമക്കളെ നീ ജയം ആഘോഷിച്ചോ. ഇന്ന് നീ കഷ്ടത്തിലായിരിക്കാം, ചില കോട്ടയുടെ മുമ്പിലായിരിക്കാം, ചില ശത്രുവിന്റെ ആരവം കേൾക്കുന്നുണ്ടായിരിക്കാം, ചില കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയായിരിക്കാം. എന്നാൽ നീ ജയം ആഘോഷിച്ചു തുടങ്ങിക്കോ. വിടുതൽ ഉറപ്പാണ്. ഹല്ലേലൂയ. ആ വിശ്വാസമുള്ളവർ ഒരുമിച്ച് അല്പസമയം ദൈവത്തിന് നന്ദി കരേറ്റിയാട്ട്. കർത്താവെ, പലപ്പോഴും റിസൾട്ട് വരാൻ കാത്തു നിൽക്കുന്ന അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഇല്ല, ഞങ്ങൾ റിസൾട്ടിന് മുമ്പ് തന്നെ ജയം ഘോഷിക്കൂ. യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കതിനു വേണ്ടി നമ്മെ തന്നെ ആ കരങ്ങളിലൊക്കെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്കൊരുമിച്ച് ദൈവത്തോട് പറയാം, കർത്താവേ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് നേരിടുന്ന പ്രതിസന്ധി എന്താണ്, നാളുകളിൽ നേരിടാൻ പോകുന്നത് എന്തെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു കാര്യം, ഞങ്ങൾ അതിൻ്റെ ഫലം, റിസൾട്ട് വരും മുമ്പ് തന്നെ കർത്താവേ ഞങ്ങൾ ജയം ഘോഷിക്കും. ദൈവത്തിൽ വിശ്വാസമുണ്ടോ? എല്ലായ്പ്പോഴും എല്ലായിടത്തും എന്നെ ജയോത്സവമായി നടത്തുന്നൊരു ദൈവമുണ്ടെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ, ആ പരിജ്ഞാനം എനിക്കുണ്ടെങ്കിൽ എനിക്ക് ജയം ആഘോഷിക്കാൻ വലിയവനായ കർത്താവ് അതിനിടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കട്ടെ. കർത്താവ് നമ്മളെ ഇവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മൾ ഒരുമിച്ച്